നമസ്കാരം. ടാരോ ഡിവിനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണ വിഷയം എന്താണെങ്കിൽ, എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ട്രൂത്ത് എന്താണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് കരിയർ റീഡിംഗ് ആണ് എടുക്കുന്നത്. റെസിനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുക്കുക, അല്ലാത്തവർ തള്ളിക്കളയുക. പിന്നെ വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ടിപ്സും അതുപോലെ അഫർമേഷൻസും ഒക്കെ പറയുന്ന കാരണം കൊണ്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാനുള്ള കാരണങ്ങൾക്കുള്ള ട്രൂത്ത് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം നമുക്ക് നോക്കാം, എന്താണ് നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യം. ഇതെല്ലാം അനുഭവിക്കേണ്ട കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയാതെ എങ്ങോട്ട്, ഏത് ദിശയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം യൂണിവേഴ്സിനോട്. യൂണിവേഴ്സ് എന്താണ് മറുപടി പറയണതെന്ന് നോക്കാം നമുക്ക്. അപ്പൊ ആദ്യ കാർഡായ ആദിശക്തി പറയണത് നിങ്ങളുടെ ആന്തരിക ശക്തി വളർത്തിയെടുക്കുക. ആ എടുക്കുന്നതോടൊപ്പം ആണ് അനിഷ്ട സംഭവങ്ങളെ അകറ്റി നിർത്തുകയും കൂടി ചെയ്യണം. അപ്പൊ ആന്തരിക ശക്തി വളർത്തിയാൽ മാത്രം പോരാ, അനിഷ്ട സംഭവങ്ങളിൽ നിന്നും നിങ്ങൾ മാറിപ്പോവേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാർവതി ദേവി പറയണ വളരെ ശ്രമകരമാണെങ്കിലും നിങ്ങൾക്കുള്ള ഈ പ്രണയ സാഫല്യം ഉണ്ടല്ലോ, വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ആ ഒരു വിവാഹത്തിലേക്ക് എത്താൻ. എന്നിരുന്നാൽ പോലും വിവാഹത്തിന് സാധ്യത കാണിക്കുന്നുണ്ട്, വിവാഹത്തിന് സാധ്യത ഉണ്ട് എന്നാണ് പറയണത് കേട്ടോ. പിന്നെ നമ്മളുടെ സർവമംഗളാദേവി പറയണത് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ മംഗളകരമായ സാഹചര്യങ്ങൾ ഒരുക്കി നൽകും. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് കഷ്ടത, ബുദ്ധിമുട്ട് എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം ഒരു പുതിയ സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറുമെന്ന് പറയേണ്ടത്. പിന്നെ പറയണ ഐശ്വര്യദേവിയാണ്. സകല സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരും. അപ്പൊ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച സകല ദുരിതങ്ങളെയും മറികടന്നിട്ട് നിങ്ങൾക്ക് സൗഭാഗ്യത്തിന് ഉള്ള ഒരു സമയമായിട്ടുണ്ട്, നിങ്ങൾക്കൊരു സൗഭാഗ്യം വന്നു ചേരാൻ സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഐശ്വര്യദേവി പറയണത്. പിന്നെ ശിവശക്തി പറയണം, പങ്കാളിത്തത്തോട് കൂടിയിട്ട് വേണം എന്ത് കാര്യം ചെയ്യാൻ. പങ്കാളിത്തത്തോടെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ശക്തമായ വിജയത്തിന്റെ പിന്തുണ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പടി എന്തെങ്കിലും ചെയ്യാതെ നിങ്ങളെ പങ്കാളിയോട്, അതിപ്പോ മാതാപിതാക്കളാണ്, ഇപ്പൊ പങ്കാളി പറയുമ്പോൾ വിവാഹം കഴിയാത്തവരാണെങ്കിൽ മാതാപിതാക്കളോട് ചോദിച്ചിട്ട് ചെയ്യുക, വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ പങ്കാളിയോട് ചോദിക്കുക. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പടി ഒന്നും എടുത്തു ചാടിയിട്ട് ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ പങ്കാളിയോടും കൂടിയിട്ട് അനുവാദം ചോദിക്കുക. നിങ്ങൾക്ക് ഏതൊരു മേഖലയിൽ പോകണമെങ്കിലും ഏത് സാഹചര്യം ആണെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷെ അവര് സമ്മതിച്ചു എന്ന് വരില്ല. എന്നിരുന്നാൽ പോലും ഒരു വാക്കുകൊണ്ട് നിങ്ങൾ ചോദിക്കുക, അത് നിങ്ങൾക്ക് വിജയം തരും കേട്ടോ. പിന്നെ പറയണത് ഡാകിനി ദേവിയാണ്. ഡാകിനി ദേവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണക്കാക്കാം നിങ്ങളുടെ ലൈഫിൽ ശത്രുതാ ബന്ധനത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതായത് നിങ്ങൾ മുന്നോട്ട് പോകണത്, അല്ലെങ്കിൽ നിങ്ങൾ നന്നായി കാണുന്നത്, നിങ്ങൾ വിജയിച്ച് കാണുന്നതിനെ ആരൊക്കെയോ തടയുന്നു, അല്ലെങ്കിൽ ആർക്കൊക്കെയോ ഈ ഒരു നിങ്ങളുടെ വിജയം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ആഹ്ലാദം ആർക്കൊക്കെയോ അസ്വസ്ഥത ഉണ്ടാക്കണം. അവരതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. നിങ്ങൾ അതം പതിച്ച് കാണാൻ, നിങ്ങളുടെ പതനം കാണാൻ, നിങ്ങൾ നശിച്ചു കാണാൻ മറ്റാരൊക്കെയോ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഡാകിനി ദേവിയുടെ കാർഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂചിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ പറയേണ്ടത്. ഡാകിനി ദേവിയുടെ കാർഡ് ഒരാളുടെ കരിയർ റീഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശത്രുതാബന്ധനം തീർച്ചയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെങ്കിൽ, ശത്രുതാബന്ധന ആയിട്ട് കഠിനമായിട്ട് ശത്രുതാബന്ധനം ഉള്ള ആൾക്കാർ നിത്യം ഒരു 3 തിരി എടുക്കുക. നിത്യം എടുക്കണം കേട്ടോ, നിത്യം 3 തിരി എടുക്കുക. സന്ധ്യ സമയത്ത് ഒരു 6 to 7 സമയത്ത്. ഇത് ജാതി മത ഭേദങ്ങൾക്ക് അതീതമാണ്. എനിക്ക് ദോഷമുണ്ടല്ലോ, ഇനിയിപ്പോൾ ജാതി ഇത് ഹിന്ദുവിൻ്റെ ആണ് എന്ന് വിചാരിച്ചിരിക്കുന്നവരോട് എനിക്കൊന്നും ചെയ്യാനോ ഒന്നും പറയാനോ ഇല്ല. ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, 3 തിരി എടുക്കുക, സ്വയം ഒഴിയുമ്പോൾ സർവബാധ പ്രശമനം ത്രൈലോക്യസ്യ അഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരി വിനാശനം. ഇങ്ങനെയുള്ള ഈ ഒരു ശ്ലോകം നിത്യം ജപിച്ചിട്ട് നിത്യം 3 തിരി, വൈകുന്നേരം സന്ധ്യയ്ക്ക് വന്നിട്ട് 3 തിരി എടുത്തിട്ട് സ്വയം ഇങ്ങനെ ഒഴിഞ്ഞ് വടക്കേ ഭാഗത്ത് കളയുക. അല്ലെങ്കിൽ കുറച്ച് ഗുരുതി ഉണ്ടാക്കുക, മഞ്ഞളും അതേപോലെ തന്നെ കുറച്ച് ചുണ്ണാമ്പ്, ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ടിട്ട് ഗുരുതി ഉണ്ടാക്കുക. ആ ഗുരുതിയിലേക്ക് ഒഴിഞ്ഞ് ഈ തിരി ഇടുക. അതായത് നല്ല എണ്ണയിൽ ചാലിച്ച തിരി
നിത്യം 3 തിരി. അപ്പൊ ഗുരുതി നിത്യം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഗുരുതി ഉണ്ടാക്കിയാൽ മതി. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഒഴിഞ്ഞിടുക. നിങ്ങളുടെ ആ നെഗറ്റീവ്സ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും സക്സസ് വരാൻ അത് നിങ്ങൾക്ക് തടഞ്ഞിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, അത് കാരണം കൊണ്ട് നിങ്ങൾക്കൊന്നുമിലേക്കും മുന്നേറാൻ പറ്റണില്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവാണ്. നിങ്ങൾ നന്നായി വിശ്വസിച്ച് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ എന്തിനാ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു എഫക്റ്റ് ആവില്ല. പക്ഷെ ഇതെൻ്റെ ദുരിതം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളാണ്. അതിന് ഭഗവതിയായിട്ട് എനിക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് തന്ന ഒരു അവസരമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം ഉണ്ടാവും. പിന്നെ അഗ്നി ദേവി പറയുന്നുണ്ട്, ഉത്ഭവം നശീകരണത്തിനെയും നശീകരണം ഉത്ഭവത്തെയും പ്രതിനിധീകരിക്കുന്നു. അതായത് ഇതുവരെ നിങ്ങൾ നശിച്ചു കാണാൻ ആഗ്രഹിച്ച ഒട്ടേറെ പേരുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ നാശം ഒരു നല്ലതിനാണ് എന്നുള്ളതാണ് അഗ്നി ദേവി പറയണത്. ശിവകുടുംബമാണ്. അപ്പൊ ശിവകുടുംബത്തിൽ പറയണത് ഒരു പുതിയ ഉത്ഭവം ഉണ്ടാവണു. ആ പുതിയ ഉത്ഭവത്തെ പ്രതിനിധീകരിക്കാൻ ഒരു പക്ഷേ നാശം സംഭവിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾക്ക് അറിയാലോ, എന്തെങ്കിലും ഒരു നല്ലത് വരണമെങ്കിൽ ഒരുപാട് ചീത്ത അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ ഒരു നാശം ഉണ്ടാവണം. അപ്പോൾ ആ നാശം നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ ഉത്ഭവം ഉണ്ട് എന്നുള്ളതാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. പിന്നെ ആദിലക്ഷ്മി ദേവി പറയണത് അമിതമായിട്ട് നിങ്ങൾ ചെലവാക്കരുത് എന്നാണ്. അമിത ചെലവ് നിങ്ങൾ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ, ധനമിടപാട് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ, ദൂർത്തടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അധികം വൈകാതെ ദരിദ്രനാവുമെന്നാണ്. അപ്പം നിങ്ങൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ, അത്തരം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. പിന്നെ ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെയിലി എടുക്കുന്ന റീഡിങ് നിങ്ങളുടെ ഊർജ്ജം എൻ്റെ ഊർജ്ജം കണക്റ്റ് ആവണമെങ്കിൽ, അതുപോലെ ടാരോയുടെ ഊർജ്ജം കണക്റ്റ് ആവണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ലാസ്റ്റ് കാർഡ് പറയണത് ദന്തം ദേവിയാണ്. ദന്തം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉറക്കില്ലാത്ത രാത്രികളാണ് സൂചിപ്പിക്കുന്നത്. സ്വസ്ഥതയെ പുണരാൻ പരിശ്രമിക്കുമ്പോൾ സിരകളിലെ ഹുങ്കാരനാദം ശമിക്കുന്നതാണ്. അതായത് സ്വസ്ഥത ഇല്ലാത്ത രാത്രികളാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം നിങ്ങൾക്ക് അസ്വസ്ഥമായ രാത്രികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഒരിക്കൽ പോലും നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടായിട്ടില്ല. അപ്പം ആ സ്വസ്ഥത പുണരണമെങ്കിൽ നിങ്ങൾ മനസ്സമാധാനമായിട്ട് മെഡിറ്റേഷൻ ഇരിക്കുക. പ്രത്യേകിച്ച് പൗർണമിയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ അർദ്ധരാത്രി ഒരു 11 മണി സമയത്തൊക്കെ ആണെങ്കിൽ വെറുതെ ചന്ദ്രനെ നോക്കിയിട്ട് മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് കുറച്ച് നേരം കണ്ണ് തുറന്നിട്ടും കുറച്ച് നേരം കണ്ണടച്ചിട്ടും ഇരിക്കുക. ഇപ്പോൾ പൗർണമി വരാൻ കാത്തിരിക്കാൻ സമയമില്ലെങ്കിൽ പുലർച്ച, മെഡിറ്റേഷൻ എപ്പോഴും നല്ലത് പുലർച്ചെയാണ്. അത് ഓരോ മന്ത്രങ്ങൾക്ക് ഓരോരോ സമയം പറയുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് വരാഹി ദേവിയുടെ മന്ത്രം ജപിച്ചാൽ മതി എന്ന്. നിങ്ങൾ ജപിക്കരുത്. എന്താ പറയണമെങ്കിൽ, ശക്തമായ ഊർജമായിരിക്കും വരാഹിനെ ജപിച്ചാലുണ്ടാവുക. അപ്പം ആ വരാഹി മന്ത്രം ജപിച്ചിട്ട് ആ ഊർജ്ജം നിങ്ങൾക്ക് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്താ പറയുക, അത് വിവരണാതീതമാണ്. നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ ഫാമിലിയിലുള്ള ഓരോരുത്തരുടെ ഊർജ്ജം നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ. വരാഹി ജപിക്കുമ്പോൾ ആ ഊർജ്ജത്തെ സ്വയം ബോഡിയിൽ സംശീകരിക്കാൻ പറ്റുന്ന ഒരാൾ മാത്രമേ വരാഹി ജപിക്കാൻ പാടുള്ളൂ. ഇല്ലാത്തൊരു വരാഹി എടുത്ത് തൊട്ട് കളിക്കരുത് കേട്ടോ. പിന്നെ അതുപോലൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. നമ്മളുടെ ടാരോ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് മലയാളത്തിൽ. പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ. ഡീറ്റെയിലൊക്കെ ഞാൻ അതിൽ തരാം. മലയാളത്തിലാണ് ടാരോ പഠിക്കുന്നത്. ഏകദേശം ഒരു 3 മാസം കൊണ്ട് ഞാനൊരു 4 ലക്ഷം രൂപ ഉണ്ടാക്കി ടാരോയിലൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. എനിക്കറിയാം. എൻ്റെ പിറകിൽ കാണുന്നത് പണി പൂർത്തീകരിക്കാത്ത വീടാണ്. അത് ഞാൻ ടാരോയിൽ കൂടെ ഉണ്ടാക്കിയ വരുമാനം കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. മേഞ്ഞിട്ടൊന്നുമില്ല, മേയാനാവണേ ഉള്ളൂ. ഇത് വെറും 3 മാസം കൊണ്ടാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് എനിക്ക് ടാരോ തന്നത്. അതുപോലെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലയാളത്തിൽ ടാരോ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ബാക്കി ഡീറ്റെയിലൊക്കെ ഞാൻ വാട്സപ്പ് വഴി തരാം കേട്ടോ. നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ മലയാളത്തിൽ ടാരോ പഠിച്ച് ഒരു വരുമാനം കരസ്ഥമാക്കാൻ? നിങ്ങളൊരു വരുമാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന ഈ കോൺടാക്ട് നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും ഒരു കീറാമുട്ടിയായിട്ടുള്ള ഒരു സംഭവമാണ് ടാരോ എന്ന് ഒരു പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതൊരു ഇംഗ്ലീഷ് പശ്ചാത്യ ജ്യോതിഷമായ കാരണം കൊണ്ടാണ് ഒരു കിറാമുട്ടിയാണ് എന്നുള്ളത് നമുക്ക് തോന്നുന്നത്. പക്ഷെ അതിനൊരു പരിഹാരമുണ്ട്. മലയാളത്തിൽ ടാരോ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വരുമാനം ആഗ്രഹിക്കുന്ന, ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ എല്ലാം പാഠ്യവിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണ രീതിയിൽ തയ്യാറാക്കിയ ക്ലാസ്സാണ്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ഉണ്ടാവുക. താല്പര്യക്കാർ ഞങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യൂ. കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്കുണ്ടാവും.